ആട് തേക്ക് ബാഞ്ചിയം അതുപോലുള്ള വലിയ തട്ടിപ്പുകളെ കുറിച്ച് കേട്ടിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേപോലുള്ള ഒരു പദ്ധതി വന്നാൽ ആദ്യം ചിന്തിക്കുന്നത് തട്ടിപ്പാണെന്നാണ്. അങ്ങനെയാണ് ജസ്പെയ്ഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തെക്കുറിച്ചും അതിൽ പുതുതായി വന്ന പദ്ധതിയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കുന്നത്. അതൊരു വലിയ തട്ടിപ്പാണെന്നുള്ള രീതിയിലാണ് ഞാൻ കടന്നു ചെന്നെങ്കിലും പിന്നീട് മനസ്സിലായത് ഇതൊരു വലിയ പദ്ധതിയാണ്, കേരളത്തിന് ആവശ്യമാണ്. മാത്രമല്ല 28,000-ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന, കേരളത്തെ സമ്പൽ സമ്പന്നമാക്കുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വ്യക്താവ് എന്ന് പറയുന്നത് ജസ്പെയ്ഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിഷാദ് അബൂബക്കറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം. അതേപോലെ അതിന്റെ AGM റാഫി മന്ദലകം. നമസ്കാരം. അതായത് ഈ പദ്ധതി 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആദ്യം താങ്കൾ ഒരു വലിയ തട്ടിപ്പുകാരനാണെന്ന രൂപത്തിലാണ് ഞാൻ രംഗപ്രവേശം ചെയ്തത്. എന്നാൽ താങ്കളുടെ ചില കൃത്യമായുള്ള മറുപടിയും അന്വേഷണവുമാണ്, താങ്കൾ അതിലൊരു സത്യസന്ധതയുണ്ട്, താങ്കൾ കൃത്യമായ പ്ലാനും പ്രവർത്തനത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലായത്. എന്താണ് ഈ പദ്ധതി? കാരണം 28,000 കോടീശ്വരന്മാർ സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുക എന്നുള്ള പോലെയുള്ള സംഭവമാണ് താങ്കൾ പറയുന്നത്. എന്താണ് ഒരു പദ്ധതി? ഒന്ന് ബ്രീഫായിട്ട് പറയാം. തീർച്ചയായിട്ടും. അതായത് ഇന്ന് ഞാൻ ഈ ബിസിനസ് രംഗത്ത് എത്തിയിട്ട് 25 വർഷം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവർ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് ഞാൻ നന്നാവുന്നുള്ളൂ. ഈ ഒരിക്കലും എംപ്ലോയീസ് ഒരിക്കലും ഒരു ഹൈ ലെവലിൽ ജീവിക്കാൻ അവർക്ക് ശമ്പളം കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു എങ്ങനെ ഇവർക്ക് കൂടുതൽ പണം കൊടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടെ അറിയാൻ സാധിച്ചത്, ഇവിടെ ചന്ദനം എന്ന് പറയുന്ന ഒരു വൃക്ഷം, അതിന് വലിയൊരു ഡിമാൻഡ് ഇന്ത്യയിലുള്ളതായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയെന്നുള്ളതാണ്. വേൾഡിന് മുഴുവൻ. അതായത് അപ്പോൾ ഇന്ത്യയിൽ ഒരു വർഷം 2,000 ടൺ ചന്ദനത്തിൻ്റെ ആവശ്യകതയുണ്ട്. ലോകത്തിലാണെങ്കിൽ ഏകദേശം 6,000 ടൺ ചന്ദനത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 100 ടണ്ണിന് താഴെയാണ്. അപ്പോൾ മനസ്സിലായി, ഒരു ബിസിനസ്സുകാരൻ നിലയ്ക്ക് മനസ്സിലായി, ഡിമാൻഡുള്ള സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്കതിന് വലിയൊരു വാല്യൂ കിട്ടുമെന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഡിമാൻഡ് കണ്ടുകൊണ്ടാണ് ഈ ഒരു സാൻഡൽവുഡിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. താങ്കൾ നേരത്തെ പല ബിസിനസ്സും ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഏത് മേഖലയിലാണ് താങ്കൾ തുടങ്ങി? ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത് താങ്കളൊരു ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ രംഗത്തു നിന്ന് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? തീർച്ചയായിട്ടും. അതായത് 1999-ലാണ്, അതായത് 97-ൽ ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ വെയിറ്റർ ആയിട്ടാണ്. എവിടെയായിരുന്നു ഹോട്ടൽ? കണ്ണൂരായിരുന്നു. കണ്ണൂരാണോ യഥാർത്ഥ വീട്? അല്ല, അവിടെ വൈഫ് ഹൗസ് കണ്ണൂരാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫാദറിന് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാർട്ട് ടൈം എംപ്ലോയി ആയിട്ടാണ് അവിടെ കയറുന്നത്. എനിക്ക് ഒരു ദിവസം 50 രൂപയായിരുന്നു ഒന്ന് കൂലി തന്നിരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊണ്ട് എൻ്റെ കോളേജിലെ ചിലവ് മറ്റൊന്ന് അറിയാം, 50 രൂപ വലിയൊരു എമൗണ്ട് ആയിരുന്നു അന്ന്. അപ്പോൾ അത് 97-ൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. 2 വർഷം കഴിഞ്ഞ് അവിടെ ജോലിക്കാരനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫാദറിൻ്റെ ഒരു കാർഡിയാക് അറസ്റ്റ് വരാണ്, ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണ്, ഇനി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അല്ല ഫാദർ പറയാണ്, എനിക്ക് നിൻ്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്നൊരാഗ്രഹം പറയാണ്, ഞാൻ പെട്ടെന്ന് മരിച്ചാലോ. അങ്ങനെ 99-ൽ ഞാൻ വിവാഹം കഴിക്കുകയാണ്. വയസ്സ് 19 കഴിഞ്ഞു. ഇന്ന് ഇതൊക്കെ പറഞ്ഞ ഒഫൻസ് അല്ലേ, കുറ്റക്കാരാണെന്ന് തോന്നുന്നു, അറിയില്ലല്ലോ. അതെ 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 ഇല്ല. ഓക്കെ. അപ്പം അന്ന് വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വീട്ടുകാർക്ക് ഒരു ചെറിയ പ്രശ്നം, മരുമകൻ വെയിറ്റർ ആണെന്നുള്ളത്. അങ്ങനെ ഈ ആവശ്യം ഫാദറിനോട് പറഞ്ഞു, എനിക്കും സ്വന്തമായിട്ട് വേറെ പണിയൊന്നും അറിയില്ലല്ലോ, ഞാനും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഫാദർ കുറച്ച് ടാർഗറ്റൊക്കെ വെച്ചു. അങ്ങനെ 1999-ലാണ് ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ കണ്ണൂർ ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ മറ്റൊരു റെസ്റ്റോറൻറ്റ് ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ബിസിനസ് കരിയർ തുടങ്ങുന്നു. ഏകദേശം 2020 വരെ നല്ല രീതിയിൽ 14 റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി. അതായത് കണ്ണൂർ തുടങ്ങിയിട്ട് കോഴിക്കോട്, തൃശ്ശൂർ, സിൽവർ സ്പൂൺ എന്നായിരുന്നു ഹോട്ടലിൻ്റെ. സിൽവർ സ്പൂൺ, അതെ, വെള്ളിക്കാരൻ്റെ ഉള്ള ഒരു പേരിലാണ്. അങ്ങനെ ഏകദേശം 14 ചെയിൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കാറ്ററിംഗ് കമ്പനി, ഇവൻറ്റ് കമ്പനി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് അസറ്റുകളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ സമയത്താണ് 2020-ൽ എല്ലാവരും ബാധിച്ച പോലെ തന്നെ കൊറോണ ഒരു വില്ലനായിട്ട് വരികയാണ്.
ആ കൊറോണ ഒരു വില്ലനായിട്ട് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സാമ്രാജ്യം, എൻ്റെ ബിസിനസ് സാമ്രാജ്യം മൊത്തത്തിൽ ഡൗണിലേക്ക് പോയി. പിന്നെ ചിന്തിച്ചത് ഇനിയും ഇതേപോലുള്ള പ്രതിസന്ധികൾ വന്നാൽ എങ്ങനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഏൽക്കാത്ത ഏത് പ്രൊജക്റ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 2020 ജസ്പെയ്ഡ് എന്ന ഒരു കമ്പനിക്ക് രൂപം കൊടുക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ് അല്ല കാറ്ററിംഗ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് അറിയുള്ളൂ, വേറെ ബിസിനസ് ഒന്നും അറിയില്ല. അങ്ങനെ പുതിയ പ്രൊജക്റ്റ് തുടങ്ങി 2020 തുടങ്ങുകയാണ്. അത് ഇ-കോമേഴ്സ് കമ്പനി ആയിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ അത് തുടങ്ങി മുന്നോട്ട് പോയപ്പോഴും അവിടെയും എന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇതായിരുന്നു, എനിക്ക് പണം ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു നിശ്ചിത സാലറി മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ പഠിച്ചത് പ്രീമിയം പ്രൊഡക്റ്റുകൾ വിൽക്കണം, അപ്പോൾ വലിയ എമൗണ്ടുകൾ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിൽ നിന്നാണ് മനസ്സിലായത് റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു വലിയ ഒരു ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലായി. അതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിൻ്റെ വിസ്തീർണം 96 ലക്ഷം ഏക്കറാണ്. ഇതിൽ ഇനി വിൽക്കാനായിട്ട് 12 ലക്ഷം ഏക്കർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു സാധ്യതയാണ്, 12 ലക്ഷം ഏക്കർ മാത്രമേ വിൽക്കാനുള്ളൂ. കാരണം ഇതിന് മറ്റൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത്, ഇവിടെ ഇന്ന് ബാംഗ്ലൂർ, അതോടൊപ്പം തന്നെ ബോംബെ, ഉത്തർപ്രദേശ്, ഇവിടെയൊക്കെ മെട്രോ സിറ്റികളിൽ 1 സെൻറ്റ് ഭൂമി കിട്ടാനില്ല, സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. ഇത് തന്നെയാണ് 10 വർഷം കഴിഞ്ഞ് കേരളത്തിലും വരാൻ വേണ്ടി പോണത്. അപ്പോൾ അതും ഒരു സാധ്യതയാണ്. 10 വർഷം കഴിഞ്ഞാൽ ഇന്ന് ഭൂമി വാങ്ങിയിടുന്നവന് ഒരു സ്ക്വയർ ഫീറ്റിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ വിൽക്കാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പം സ്റ്റക്കായി നിൽക്കണം. അത് ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ. അപ്പുറത്ത് കൃഷി, അതും സ്റ്റക്കായി നിൽക്കണം. കൃഷി ഇന്ന് വയനാട്ടിൽ ഒരുപാട് പേരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കണം. അതോടെ മറ്റൊരു മേഖലയിൽ ചന്ദനം ഒരു ഡിമാൻഡുള്ള സാധനം. അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദനത്തിനെയും അതോടൊപ്പം തന്നെ ഈ ഒരു കൃഷി മേഖലയും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റും ഇതിനെ ഒരുമിപ്പിച്ചിട്ട് ഇവിടെ ചെറിയ വരുമാനമുള്ള ആളുകളെ ഇതിൽ കണക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങളത് ചെറിയ സെൻറ്റൻസിൽ കൂട്ടിച്ചേർത്തു, ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി. ടെക്നോളജി സഹായത്തോടു കൂടെ തന്നെ കൃഷി ഞങ്ങളൊന്ന് ആക്സിലറേറ്റ് ചെയ്യണം. അപ്പോൾ അതിലൂടെ സംഭവിക്കാൻ പോണത് ഇവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറിന് അറിയായിരിക്കും, ഇന്നൊരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 50% ആളുകളും പോവർട്ടി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 30% ആളുകൾ മിഡിൽ ക്ലാസ്, 16% പ്രീമിയം, 4% അൾട്രാ പ്രീമിയം. അതിലാണ് ഈ 4%-ത്തിലാണ് നമ്മുടെ യൂസഫ് അലിക്കയും രവി പിള്ള സാർ അവരൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 16%-ത്തിലാണ് ഈ ഡോക്ടേഴ്സും മറ്റുള്ള ആളുകളും ബിസിനസ്സുകാരൊക്കെ വരുന്നത്. അപ്പോൾ ഈ 50% ആളുകളെ സംബന്ധിച്ച് അവർ ദരിദ്രരാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പേടിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ സർക്കാർ വക റേഷൻ ഉണ്ട്, സർക്കാർ സ്കൂളുണ്ട്, അതോടൊപ്പം സർക്കാർ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. സാറ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ 100 കോടിക്ക് മേലെ ആളുകളും അന്നാന്ന് ഉള്ള ജോലി ചെയ്യുന്നു, അവരുടെ കയ്യിൽ നീക്കിരിപ്പ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവരെ സംബന്ധിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അപ്പോൾ ഇവിടെ ഈ 50% ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഉണ്ട്, 16% 4% ഇവരുടെ കയ്യിൽ പൈസയുണ്ട്, 30% മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ പണമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർക്കാണെങ്കിലോ ആരുടെ കയ്യിൽ സഹായമില്ല. അപ്പോൾ എന്തായി, ഇവരെ സംബന്ധിച്ച് വേറെ പ്രോബ്ലം മിഡിൽ ക്ലാസ്സാണ്. നല്ല ഷർട്ട് അല്ല, നല്ല ഡ്രസ്സ് ധരിക്കണം, നല്ല വീട് വേണം, നല്ല വാഹനം വേണം, സമൂഹത്തിൽ വല്ല ഫങ്ഷൻസ് നല്ല രീതിയിൽ കൊടുക്കാൻ വേണം. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചത് എങ്ങനെ, ഇവിടെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം ഇവിടെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായില്ല എന്ന് പറയണം. അതിന് കാരണം മിഡിൽ ക്ലാസ് ഈ ലോൺ എടുത്ത് എക്സ്പെൻസ് കൂടുകയാണ്, അതിനനുസരിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് 10 വർഷത്തിന് ശേഷം ഒന്നുമില്ലെങ്കിൽ ലോയിലേക്ക് പോകും, അല്ലെങ്കിൽ ഹൈയിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്താൽ, ഇപ്പം എന്തെങ്കിലും ചെയ്യുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് ഒരു തരത്തിലുള്ള ചേഞ്ചസും വരാനില്ല. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും പ്രൊജക്റ്റ്. കാരണം ഈ മിഡിൽ ക്ലാസ്സിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ലോയിലേക്ക് പോവാം. അപ്പോൾ താങ്കൾ ഇത് കൊടുക്കുന്ന മിഡിൽ ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് താങ്കൾ? തീർച്ചയായിട്ടും ഈ 30% വരുന്ന മിഡിൽ ക്ലാസ്സിന് പറ്റിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണത്. കാരണം ഇവർക്ക് 2 ഡിസിഷൻ എടുക്കാനുള്ളൂ, ഒന്നിനും സമ്പന്നനാവണം, അല്ലെങ്കിൽ പോവർട്ടിയിലേക്ക് പോകണം. അതിലേക്കുള്ള ചോദ്യമാണ് എൻ്റെ ചോദ്യം, ഷാർപ്പായിട്ടുള്ളതാണ്. താങ്കളെ ഈ മിഡിൽ ക്ലാസ്സിലുള്ള 28,000 പേരെ കോടീശ്വരന്മാരാക്കും എന്നുള്ള ഒരു അതാണ് പ്രചരണമാണ് നടക്കുന്നത്. താങ്കളുടെ ഈ പ്രചരണങ്ങളിലെല്ലാം തന്നെ അത് നിൽക്കുന്നുണ്ട്.
അതെങ്ങനെ സാധിക്കും? അതാണ് ഷാർപ്പായിട്ടുള്ള ചോദ്യം. യെസ്. കാരണം ഇത് കേൾക്കുമ്പോൾ സാധാരണ ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് സാധാരണ കരുതുക. ഞാനും അങ്ങനെ തന്നെ കരുതിക്കൊണ്ടാണ് താങ്കളെ സമീപിച്ചത്. ആട് തേക്ക് മാഞ്ചിയത്തിൽ ആരും തന്നെ അവരെ എന്തെങ്കിലും സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ താങ്കൾ എനിക്ക് അപ്പോൾ തന്നെ അയച്ചു തന്നത് ഓരോരുത്തരും വാങ്ങുന്നവർക്ക്, ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് സെക്യൂരിറ്റി, അതായത് അവർക്ക് സ്വന്തമായി സ്ഥലം കൊടുക്കുന്നു, അവർക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള പ്രത്യേകതയും അതിനുള്ള തെളിവുകളും എനിക്ക് അയച്ചതോട് കൂടിയിട്ടാണ് ഞാൻ താങ്കളിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം അത് എൻ്റെ ചോദ്യമാണ്, 28,000 പേർക്ക് എങ്ങനെയാണ് താങ്കൾ ഈ ചന്ദനം വളർത്തുന്നതിലൂടെ നൽകുന്നത്, ഉണ്ടാക്കിയെടുക്കുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ സാറിനോട് പറഞ്ഞു ചന്ദനം നല്ലൊരു ഡിമാൻഡുള്ള വൃക്ഷമാണ്. പക്ഷേ ഈ ചന്ദനം ആരും ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്താം. ഇത് പണ്ട് 2002 വരെ നമ്മുടെ വീട്ടിൽ വെക്കാനോ വളർത്താനോ ഉള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നും നമ്മുടെ വീട്ടിൽ വെക്കാം, വളർത്താം, പക്ഷേ ആരും ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ സാറ് അറിയുമെന്നറിയില്ല, പണം കായ്ക്കുന്ന മരം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതൊരൊറ്റ ആൻസറാണ്, അത് ചന്ദനമാണ്. ഈ ചന്ദനം വളർത്താനും അത് പിന്നെ മുറിച്ച് വിൽക്കാനും ഉള്ള അധികാരം ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? 2002 വരെ ചന്ദനം വീട്ടിൽ വെക്കാനുള്ള അധികാരം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇത് എല്ലാവർക്കുമുള്ള സംശയമാണ്. അതെ, ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളെ കുറിച്ച് സ്റ്റോറി ചെയ്തപ്പോൾ പലരും വിളിച്ചു പറഞ്ഞു, ഈ ചന്ദനം സ്വന്തമായിട്ട് വീട്ടിൽ വളർത്താനോ അത് മുറിക്കാനോ അത് വിൽക്കാനോ അധികാരമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ തട്ടിപ്പുമായിട്ടല്ലേ അവർ വന്നിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം. ഓക്കെ. ഇത് ഇവിടെ 1792 നമ്മുടെ ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കാലത്ത് രാജകീയ വൃക്ഷമായിട്ട് കൺസിഡർ ചെയ്ത മരമായിരുന്നു ചന്ദനം. ഇത് മറ്റുള്ള അടിയാളന്മാരെ വീട്ടിൽ നിന്ന് വെക്കാൻ പാടുണ്ടായിരുന്നു. അന്ന് നിയമം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വെട്ടി രാജാവിന് കൊടുത്തോളണം. അതായിരുന്നു അന്നത്തെ നിയമം. ഇത് തന്നെയാണ് 2002 വരെ തുടർന്നുകൊണ്ട് പോകുന്നത്. 2002 വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ചന്ദനം വളർത്തിക്കോ, ചെയ്തോളാൻ പറഞ്ഞിരുന്നു. പക്ഷേ മുറിക്കാൻ പാടില്ല. മുറിക്കൽ അത് 50 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുമ്പോൾ മെച്യൂരിറ്റി എത്തുമ്പോൾ ഫോറസ്റ്റിനെ അറിയിക്കുക, ഫോറസ്റ്റ് തഹസിൽദാരിനെ അറിയിക്കും. തഹസിൽദാർ അവരുടെ നേതൃത്വത്തിൽ വന്ന് മുറിച്ചുകൊണ്ട് പോയിട്ട് അതിന് വെയിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ഓണറുടെ ഡോക്യുമെൻ്റ് മേടിച്ചും അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പ്രോപ്പർട്ടി ഓണറുടെ പേരിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും. 30% ഗവൺമെൻറ് എടുക്കും, 70% കസ്റ്റമർക്ക് കൊടുക്കും. ഇതായിരുന്നു 2002 ഉണ്ടായിരുന്നു. പിന്നീട് നിയമത്തിൽ വ്യത്യാസം വന്നിട്ട് പറഞ്ഞു 100% നിങ്ങൾ തന്നെ എടുത്തോ. അതായിരുന്നു 2017 ആ സമയത്ത് വന്നത്. 100% നമ്മൾക്ക് തന്നെ കസ്റ്റമർക്ക് തരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ പുതിയ ഒന്നും കൂടെ നിയമത്തെ പോസിറ്റീവ് ആക്കിയിട്ട് ചന്ദനം ആർക്കും മുറിക്കാം, നമ്മൾക്ക് വെച്ചാൽ നമുക്ക് തന്നെ മുറിക്കാം, നമുക്ക് പ്ലാന്റ് ചെയ്യാം, യെസ്, നട്ട് വളർത്താം, യെസ്, പിന്നെ അത് മുറിക്കാം. പക്ഷേ വിൽപ്പന അത് ഗവൺമെൻറ് അതോറിറ്റിയിൽ മാത്രമേ കൊടുക്കാൻ, പുറത്ത് വിൽക്കാൻ പാടില്ല. ഇത് പുറത്തേക്ക് വിറ്റാൽ ഒഫൻസാണ്. കാരണം ഇന്ന് 2000 ടണ്ണ് ചന്ദനം ഇവിടെ ആവശ്യമുണ്ട്. ഇത് ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് വിൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ചന്ദനം വയ്ക്കാം, നിയമ തടസ്സമില്ല, വളർത്താം, നിയമ തടസ്സമില്ല, മുറിക്കാം, തടസ്സമില്ല. പക്ഷേ അത് വിൽപ്പന നടത്തേണ്ടത് ഗവൺമെൻറ്റിലേക്കാണ് മാത്രം. അങ്ങനെ വിൽപ്പന നടത്തിക്കഴിഞ്ഞാൽ വില കിട്ടുമോ? തീർച്ചയായിട്ടും. അതായത് ഇവിടെ ചന്ദനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ 1980 1 കിലോ ചന്ദനത്തിന് വെറും 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 90 വന്നപ്പോൾ 200 രൂപയായി, 2008 വന്നപ്പോൾ 3000 രൂപയായി, 2023 വന്നപ്പോൾ 20,000 ആയി. ഇപ്പം എന്ത് 26,000 എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ 1 കിലോയ്ക്ക്. ഇത് ഓരോ ദിവസം എന്ന് പറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കൊടുക്കുന്ന റേറ്റ് ആണ്. ഗവൺമെൻറ്റാണ് ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ലേലത്തിന് 10% അതിൻ്റെ ഇൻക്രിമെൻറ്റ് കൊണ്ടുവരാണ്. കാരണം ഇത് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വില കിട്ടുന്നൊരു മരം കൂടിയാണ് ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 20-25,000 റേഞ്ചിൽ ഇതിൻ്റെ വില നിൽക്കുന്നുണ്ട്. ഒരു മരത്തിന് മുകളിൽ ഒരു 6 ലക്ഷം മുതൽ ഒരു 10 ലക്ഷം വരെയൊക്കെ വില കിട്ടും എന്നാണ്. യെസ്, ഏവറേജ് 8 ലക്ഷം രൂപ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഒരു 5 സെൻറ്റ് ഭൂമി വെറുതെ കിടക്കേണ്ടി വിചാരിക്കാം. അവിടെ 1 സെൻറ്റിൽ 10 അടി ഗ്യാപ്പിൽ ഇത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 സെൻറ്റിൽ 4 എണ്ണം വയ്ക്കാം. അപ്പോൾ 5 സെൻറ്റ് ഭൂമിയിൽ 20 എണ്ണം വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 8 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 8 ലക്ഷം × 20 എന്ന് പറഞ്ഞാൽ 1,60,00,000 രൂപയായി. ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്ലാന്റ് ചെയ്തിരുന്നെങ്കിൽ
അത് ലഭിക്കുമായിരുന്നു. പക്ഷെ സാറ് ചെയ്തിട്ടില്ല, ഞാനും ചെയ്തിട്ടില്ല. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ചന്ദനം എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റാണ്, അതായത് ഒരു അർദ്ധപരാഗ സസ്യം. ഇത് ഒറ്റയ്ക്ക് വെള്ളവും വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചന്ദനത്തേക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളർന്നു വന്നാൽ തന്നെ ആദ്യം ചീര വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ചീരയിൽ നിന്നുള്ള വേരിയിൽ നിന്നുള്ള വെള്ളവും വലിച്ചെടുത്തിട്ടാണ് വളരുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതെ ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്തത് തൂവരപ്പയർ വെച്ച് കൊടുക്കണം. പിന്നെ അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ശീമക്കൊന്ന്. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇവനക്കൊരു സപ്പോർട്ട് വേണം. ഒരു സത്യത്തിൽ പറഞ്ഞ ഒരു മോഷ്ടാവാണ്. മറ്റുള്ളവരെ വെള്ളവും വലിച്ചെടുത്തിട്ടാണ് ഇവൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്, ഇവൻ വലുതായി കഴിഞ്ഞാൽ മോഷ്ടിക്കാനായിട്ട് വീരപ്പൻ്റെ പിൻഗാമികൾ ഇവിടെ ഉണ്ട്. അത് കാരണം ഇത് വെച്ചാൽ തന്നെ ആർക്കും കിട്ടാറില്ല. അതെ, വീരപ്പൻ കാട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളത് ചന്ദന മരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അത് മോഷ്ടിച്ച് അതിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആയത്. ഫേമസ് ആണോ നൊട്ടോറിയസ് ആണോ കുപ്രസിദ്ധി, പക്ഷെ അദ്ദേഹം ഒരു കുപ്രസിദ്ധനായ ആളായിട്ടല്ല ഇപ്പോൾ അറിയപ്പെടുന്ന, ദൈവമായിട്ടാണ് പലർക്കും അറിയപ്പെടുന്നത്. അതെന്താവട്ടെ, നമ്മൾ ആ ചന്ദനമരത്തിന്റെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് 28,000 കോടീശ്വരന്മാർ താങ്കൾ സൃഷ്ടിക്കാൻ പോകുന്നത്? ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ ബജറ്റിലാന്ന് തോന്നുന്നു നിർമ്മല സീതാരാമൻ 2000 കോടി രൂപ ചന്ദന കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് പശ്ചിമഘട്ടത്തിലേ വളരുള്ളൂ. ഇതിലേറ്റവും കൂടുതൽ ഇതിൻ്റെ കാലാവസ്ഥ അനുയോജ്യമായത് അതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ 3 ഡിസ്ട്രിക്റ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ വളരാനുള്ള സാഹചര്യം ഉള്ളത്. 1 ഇടുക്കി, 2 പത്തനംതിട്ട, 3 വയനാട്. അത് പറയണത് ഇതിന് തക്കതായിട്ടുള്ള കാതൽ കിട്ടണമെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററെങ്കിലും ഹൈറ്റ് വേണം. ഉപ്പുകാറ്റ് കൊള്ളാൻ മിനിമം ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല. അപ്പോൾ ഈ 700 മീറ്റർ ഹൈറ്റുള്ള 3 ജില്ലയുള്ളൂ കേരളത്തിൽ: ഇടുക്കി, പത്തനംതിട്ടയും വയനാടും. ഇതിൽ ഇടുക്കിയും പത്തനംതിട്ടയും ഓൾറെഡി റെഡ് സോണിൽ കിടക്കുന്ന ജില്ലകളാണ്. വയനാട്ടിലാണ് ചെറിയൊരു ഏരിയ മാത്രം റെഡ് സോൺ ഉള്ളൂ, ബാക്കി എല്ലാ ഏരിയയും ഗ്രീൻ സോണിൽ കിടക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏരിയ കൂടിയിട്ടാണ് വയനാട് പുൽപ്പള്ളി മേഖല. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഈ പുൽപ്പള്ളിയിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള 1400 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യുന്നു. അതിനെ ഈ 1400 ഏക്കർ മുറിച്ച് 700 പ്രൊജക്റ്റ് ആക്കുന്ന 2 ഏക്കർ ഭൂമിയാക്കി തിരിക്കുന്നു. അപ്പോൾ 2 ഏക്കറിൻ്റെ 700 പ്രൊജക്റ്റ് 1400 ഏക്കർ. അപ്പോൾ ഈ 2 ഏക്കറിന് വീണ്ടും ഞങ്ങൾ 40 മുറിക്കും, 5 സെൻറ്റ് ഭൂമികളായിട്ട്. എന്നിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ വയനാട്ടിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സാറിൻ്റെ പ്രൊജക്റ്റ് പറയണം. അപ്പോൾ സാറിന് പെട്ടെന്ന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം പഴയ ആടത്തേക്ക് മാഞ്ചി അവിടെ കിടക്കുകയാണല്ലോ. അവരെ സംബന്ധിച്ച് അവർക്ക് സ്ഥലമില്ല, രജിസ്ട്രേഷനിലൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്, സാറിനെ സ്ഥലം കാണിച്ചു തരണം. അപ്പോൾ അതിന് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്, അന്വേഷിക്കാം. അപ്പോൾ സാറ് വരുന്നു, അവിടെ കാണുന്നു, സ്ഥലമൊക്കെ നോക്കി കാണാണ്. അങ്ങനെ സാറിന് ഇഷ്ടപ്പെട്ട ഒരു 5 സെൻറ്റ് ഭൂമി സെലക്ട് ചെയ്യുന്നു. ഇടുക്കി 5-ാം നമ്പർ പ്ലോട്ട് മതിട്ടോ, അല്ലെങ്കിൽ 8-ാം നമ്പർ മതി. ആ നമ്പറിലേക്ക് സാറിന് 10 അടി വഴി ഉണ്ടാവും. അത് സാറിൻ്റെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് തരണം. ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഈ പ്ലാന്റേഷൻ ഉണ്ടായിരിക്കുന്നു? ഇല്ല, ഞങ്ങൾ ആദ്യത്തേൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഉള്ളതിലും കൊടുക്കുന്നുണ്ട്, ഇല്ലാത്തതും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇപ്പോൾ പ്ലാന്റേഷൻ ഉള്ളതിന് 15 ലക്ഷം, പ്ലാന്റേഷൻ ഇല്ലാത്തതിന് 12 ലക്ഷം. അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ലാൻഡ് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. പിന്നെ അവർക്ക് എന്ത് ഷുവർട്ടിയാണ് ഈ ചന്ദനമരം നട്ട് വളർത്തി എത്ര വർഷം എടുക്കേണ്ടി വരും? 10 to 15 ഇയർ, 15 വർഷക്കാലം അതിനെ പരിലാളിച്ച് കൃത്യമായി അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർത്തിയെടുക്കാൻ കഴിയുക. അതേപോലെ സുരക്ഷിതത്വം ഉണ്ടാവുക, ഏറ്റവും പ്രധാന സുരക്ഷിതത്വം കൂടി. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു ഇവിടെ പ്രൊട്ടക്ഷൻ വീരപ്പൻ്റെ ആളുകളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഈ സാറ് ഇപ്പോൾ 5 സെൻറ്റ് ഭൂമി സാറ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 12 ലക്ഷം തന്നു. അപ്പോൾ സാറിൻ്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത് സാറിൻ്റെ പേരിലാക്കി തന്നു. അപ്പോൾ സാറിൻ്റെ ഭൂമിയായല്ലോ. ഇനി ഞങ്ങളൊരു എഗ്രിമെൻറ്റ് വെക്കണം സാറിനായിട്ട്. അതായത് സാറിൻ്റെ 5 സെൻറ്റ് ഭൂമി ഞങ്ങൾ പാട്ടത്തിന് ഒരു ലീസ് എഗ്രിമെൻറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് മേടിക്കണം. സാറിന് എല്ലാം സ്ഥലം അവരുതാണ്, ആധാരം കൊണ്ട് വീട്ടിൽ വെച്ചോ. ഓക്കെ, എന്നിട്ട് നമ്മൾ തമ്മിൽ എഗ്രിമെൻറ്റ് വെക്കുകയാണ്. സാറിൻ്റെ സ്ഥലം ഒരു 15 കൊല്ലത്തേക്ക് ഞങ്ങൾ ലീസിന് വാങ്ങണം. അവിടെ ഞങ്ങൾ ഇടക്കൃഷി ചെയ്യും. അവിടെ ഞങ്ങൾ ഈ പറഞ്ഞല്ലോ 20 ചന്ദനമരം 20 ചന്ദനമരം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഗ്യാപ്പിൽ ഞങ്ങൾ ഇടക്കൃഷി ചെയ്യും. അതിന് സാറിന് എല്ലാ വർഷത്തിലും 5000 രൂപ വെച്ച് അങ്ങോട്ടേക്ക് വാടക ഇനത്തിന് സാറിന് തരണം. രണ്ടാമത് മറ്റൊരു എഗ്രിമെൻറ്റ് ഞങ്ങൾ അങ്ങോട്ട് വയ്ക്കുകയാണ്. സാറിൻ്റെ ഈ 5 സെൻറ്റ് ഭൂമിയിൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ 20 ചന്ദനത്തെ വെച്ചിരും. ഇതിൻ്റെ പരിപാലനം ഞങ്ങൾ ചെയ്തുതരാം.
ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ഏറ്റെടുക്കും. അതിന് എല്ലാ വർഷവും 10,000 റുപ്പീസ് വെച്ച് ഞങ്ങൾക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഞങ്ങൾക്ക് തരണം. ഓക്കെ, അപ്പോൾ 15 കൊല്ലത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1,50,000 രൂപ. ഞങ്ങൾ 10,000 രൂപ. അപ്പോൾ സാറിന് ഞങ്ങൾ 5,000 അങ്ങോട്ട് തരും, സാർ ഇങ്ങോട്ടേക്ക് 10,000 തരും. അപ്പോൾ 1.5 ലക്ഷം. യെസ്, അപ്പോൾ ഏകദേശം 75,000 രൂപ ചിലവുണ്ട് ഇതിന്. ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. 2, സാറിന് 10 വർഷത്തിന് ശേഷം ഇത് മുറിച്ച് ഗവൺമെൻറ്റിൽ കൊടുത്താൽ ഇത് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുറിച്ച് വിറ്റാൽ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടില്ല. ആരുടെ ഭൂമിയിലായിരുന്നോ ഈ ചന്ദനമരം ഉണ്ടായിരുന്നത് അവർ ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിട്ട് ചെല്ലുന്നു. അങ്ങനെ ചെന്നു സാറിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ ട്രഷറിയിൽ നിന്ന് പ്രോപ്പർട്ടി ഓണറുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. അപ്പോൾ അവിടെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, സാറിന് കിട്ടുന്ന എത്ര തുകയാണോ അതിൽ നിന്ന് 5% ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഞങ്ങളുടെ ലാഭം എപ്പോഴാണ്? ഈ പറഞ്ഞ 10 കൊല്ലത്തിന് ശേഷം സാറിന് എത്ര എമൗണ്ട് മേടിച്ച് തരുന്നോ അതിൻ്റെ 5% ഞങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരാളെടുത്തും 5 കോടി കൊടുക്കാമെന്നോ 2 കോടി കൊടുക്കുക ഒരു കമ്മിറ്റ്മെൻറ്റും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ, 5 സെൻറ്റ് ഭൂമി നിങ്ങൾ തരുന്ന പൈസക്കുള്ള ഭൂമി ആദ്യം തന്നു. 20 ചന്ദനമരങ്ങൾ അതിന്റെ പ്രായപൂർത്തിയായി, വാക്ക് ഉപയോഗിക്കാം. അതെ, അതിന്റെ മെച്യൂരിറ്റി വന്നു, വളർന്ന് കാതലൊക്കെ ഉണ്ടായി, അതിന് വളർന്ന് 10 വർഷം മുതൽ 15 വർഷം വരെ വളർത്തിയെടുത്ത് ആ സമയത്ത് വിൽക്കാനുള്ള എല്ലാ സംവിധാനവും വരെ എല്ലാം ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് സെക്യൂരിറ്റി, എന്ത് സെക്യൂരിറ്റിയാണ് ചെയ്യുന്നത്? യെസ്, അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ അറിയാലോ, 2 ഏക്കർ ഒരു പ്രൊജക്റ്റാക്കി ഞങ്ങൾ തിരിക്കും. എന്നിട്ട് അവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 20 അടി ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യണം. ഓക്കെ, കള്ളന്മാർ കയറാതിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ആണ് 20 അടി ഹൈറ്റിൽ. പിന്നെ അവിടെ സെക്യൂരിറ്റി ഡോഗ്സും സെക്യൂരിറ്റി ഗാർഡ്സിനും ഞങ്ങൾ പോസ്റ്റ് ചെയ്യണം. പിന്നെ CCTV ക്യാമറ. പിന്നെ ഓരോ മരത്തുമ്മലും ഒരു 5 വർഷം കഴിയുമ്പോൾ ചിപ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തുമ്മൽ ലോഹം കൊണ്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും. ഇതാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമാണ്. യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി. ഓക്കെ, ഇനിയും ഒരുപാട് സെക്യൂരിറ്റീസ് ഞങ്ങൾ വേറെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങൾക്കും കൂടെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഞങ്ങളും കൂടെയാണല്ലോ. ഓക്കെ, അപ്പം ഇതിൽ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് റെഡിയായി, പിന്നെ കൾട്ടിവേഷൻ റെഡിയായി, ഇതെല്ലാം ഇത് കൃത്യമായി നടക്കും എന്നുള്ളതിൻ്റെ എന്ത് ഉറപ്പാണുള്ളത്? അത് സാറ് നല്ല ചോദ്യം ചോദിച്ചത്. കൃത്യമായിട്ട് നടക്കും. അപ്പം ഇതിലേ കാരണം അവിടെ എല്ലാവരും പണം വാങ്ങി സ്ഥലമിടുന്ന ആൾക്കാരാണ്. അതെ, അവിടെയുള്ള തട്ടിപ്പ് നടക്കുന്നത്. പിന്നെ വേറൊന്നും ആളെ കാണാറില്ല. അപ്പൊ അതുപോലെ ഇവിടെ കൃത്യമായിട്ട് 15 വർഷം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഈ പണം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് 15 വർഷം കഴിഞ്ഞാൽ ലാഭം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായി നടക്കും എന്നുള്ളതിന് എന്ത് ഉറപ്പാണ്? അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചന്ദനത്തിൻ്റെ റേറ്റ് പറയുന്നത് 20,000 ആണ്, 20 to 25,000 ആണ്. ഇത് ഗവൺമെൻറ് കണക്കനുസരിച്ചിട്ട് 10 കൊല്ലത്തിനുള്ളിൽ 1 ലക്ഷം രൂപയായിട്ട് മാറുന്ന പറയണം 1 കിലോയ്ക്ക്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ 1,60,00,000 കിട്ടുന്ന ഈ 20 മരത്തിന് ഇതേ സാധനം 5 കോടിയിലേക്ക് എത്തും. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. ഓക്കെ, ഇപ്പോൾ ഗ്യാരണ്ടീഡ് 1,60,00,000 രൂപ കിട്ടാൻ പോകുന്ന മരങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം 1,60,00,000 രൂപയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. യെസ്, ഓക്കെ, ഇത് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 1 ലക്ഷം രൂപയായിട്ട് മാറുമ്പോൾ ഇതേ സാധനം 20 മരത്തിൽ നിന്ന് നമുക്കത് 5 കോടിയിലേക്ക് എത്തണം. പ്ലസ് അവർക്ക് അവരുടെ ഭൂമി അവിടെ ഉണ്ട്. അപ്പോൾ സാറിന് ഈ 5 കോടി വാങ്ങിച്ച് തരാന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അല്ലേ. അത് വാങ്ങിച്ച് തന്നാലേ 5% എനിക്ക് കിട്ടുള്ളൂ. അതായത് 5 കോടിയുടെ 5% എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ. ഓക്കെ, ഞങ്ങളുടെ പ്രൊജക്റ്റ് 28,000 പ്ലോട്ട്. അപ്പോൾ 28,000 ഇൻറ്റു 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 7,000 കോടി രൂപയാണ് ഞങ്ങളുടെ പ്രോഫിറ്റ്. 7,000 കോടി രൂപ നമുക്ക് 15 വർഷം കഴിയുമ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അതേ സമയത്ത് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അവര് 12 ലക്ഷമോ 15 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓരോ കൊല്ലവും 75,000 രൂപ വീതം അവർ ചെലവ് അല്ലെ 15 കൊല്ലത്തേക്കാണ്. 15 കൊല്ലത്തേക്ക് 75,000, അതായത് 16 ലക്ഷം അവർ ചെലവാക്കുമ്പോൾ അതിന് 10 ഇരട്ടി ലാഭം കിട്ടുന്നു. 10 ഇരട്ടിയല്ലല്ലോ ഇപ്പോഴത്തെ പ്രസന്റ്. അതായത് അന്ന് വില കൂടുമ്പോൾ ഇന്നത്തെ വില പ്രകാരം നമ്മൾ ഓഫർ ചെയ്യുന്നത് 1,60,00,000 രൂപ വിലക്ക് 16 ലക്ഷം രൂപ ചെലവ്, 10 ഇരട്ടി 9 ഇരട്ടി ലാഭം അങ്ങനെ കിട്ടും. അത് 15 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഗ്രോത്ത് റേറ്റ് കൂടുന്നതനുസരിച്ച് മിനിമം
1 കിലോ ചന്ദനത്തിന് 1 ലക്ഷം രൂപയാകും. അങ്ങനെ വരുമ്പോൾ ആവറേജ് 5 കോടി രൂപ അവർക്ക് ലാഭം കിട്ടും. അതിൽ കുറച്ചാലും ഒരു 4.5 കോടി രൂപയെങ്കിലും ലാഭം കിട്ടും എന്നുള്ള പ്രോജക്റ്റാണ് താങ്കൾ കൊടുക്കുന്നത്. ഇത് 1400 ഏക്കർ ആണ് താങ്കൾ മൊത്തത്തിൽ ഈ പദ്ധതി ഉള്ളത്. അങ്ങനെ വരുമ്പോൾ 28,000 പേര് കൃത്യമായിട്ട് വരാൻ പറ്റും. അതായത് ഒരു സ്വപ്ന പദ്ധതി ആയിട്ട് സാധാരണ പറയും എല്ലാവരും, അതുപോലെ ആയി തീരുമോ ഇത്? സാറേ, ഇപ്പോൾ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോൾ 1,60,00,000 ഗ്യാരണ്ടീഡ് ആണ്, 1. 2, ഇപ്പം ഞങ്ങൾ കസ്റ്റമേഴ്സ് വേറൊരു കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി ഫ്യൂച്ചറിൽ എക്സ്ട്രീം ലെവലിൽ 15 കൊല്ലം കഴിയുമ്പോൾ ഒന്നും കിട്ടിയില്ല ചന്ദനഭൂമിയിൽ നിന്ന്, 1 രൂപ പോലും കിട്ടിയ സ്വപ്നമൊക്കെ പോയി അല്ലേ, ഒരു മരത്തിന് 1 രൂപ കിട്ടില്ല എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞു, ഇവിടെ 12 ലക്ഷം ഏക്കറാണ് ഇനി കേരളത്തിൽ വിൽക്കാനുള്ളത്. ഇത് 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിലും 1 സെൻറ്റ് ഭൂമി എന്നുള്ള സ്വപ്നങ്ങളാവുന്ന പറഞ്ഞാൽ ദാറ്റ് മീൻസ് സ്ക്വയർ ഫീറ്റിലേക്ക് വരും. അപ്പോൾ ഈ 5 സെൻറ്റ് ഭൂമി എന്ത് ചെയ്യാം? അപ്പോൾ സ്ക്വയർ ഫീറ്റിൽ വിൽക്കാം. അപ്പോൾ ഇപ്പോൾ 12 15 ലക്ഷത്തിന് മേടിച്ചത് ഒരു 40-50 ലാക്ക് രൂപ വിറ്റാൽ പോലും നമ്മുടെ സ്ഥലം അവിടെയുണ്ട്, ബാക്കിയെല്ലാം പ്ലസ് ആണ്. താങ്കളുടെ പദ്ധതിയിലേക്ക് ഞാൻ രംഗപ്രവേശം ചെയ്തപ്പോൾ, കാരണം താങ്കൾ തട്ടിപ്പുകാരനാണ് എന്നുള്ള രൂപത്തിൽ എൻ്റെ അടുത്ത് കുറേ ആളുകൾ ഇൻഫർമേഷൻ തന്ന് ഞാൻ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ, സാർ ഒറ്റ കാര്യം, ഈ തട്ടിപ്പുകാരൻ എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ 25 വർഷമായിട്ട് ബിസിനസ് ചെയ്തിട്ട് താങ്കൾ തട്ടിപ്പുകാരൻ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലാതെ സാധാരണ ലെവലിൽ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ഹൈറിച്ചിന്റെ കാര്യത്തിൽ അടക്കം ഉണ്ടായിട്ടുള്ള കാര്യം താങ്കൾ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞത് എൻ്റെ അഡ്വക്കേറ്റ് എല്ലാ വിവരവും പറയുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലായി തട്ടിപ്പ് നടത്തിയെന്ന്. അങ്ങനെ അത് പൊളിഞ്ഞല്ലോ. ഞാനാണ് അതിന്റെ പൊളിച്ചതിന് പ്രധാനപ്പെട്ട ശില്പി എന്ന് വേണം പറയാൻ പറ്റും. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ആരും തട്ടിപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ താങ്കൾ അങ്ങനെയല്ല. താങ്കളുടെ പദ്ധതി ബ്രീഫായി വിവരിക്കുകയും താങ്കൾ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്തിൻ്റെ എല്ലാം ഡോക്യുമെന്റ് എനിക്ക് അയച്ചിരുന്നു, ഞാൻ വെരിഫൈ ചെയ്തു. അപ്പോൾ അതൊരു തട്ടിപ്പ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള കാര്യങ്ങളാണ്, സെക്യൂരിറ്റിയൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലും താങ്കൾ പറഞ്ഞെടുത്ത് ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 15 വർഷം എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അത് നടന്നിട്ടില്ലെങ്കിൽ, കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ താങ്കൾ എന്ത് സെക്യൂരിറ്റിയാണ് അവർക്ക് കൊടുക്കാനുള്ളത്? സ്ഥലം കൊടുത്തു, ഓക്കെ, അതല്ലാതെ സ്വപ്നം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാർ ആദ്യം പറഞ്ഞത് ഒരു ദിവസം രാവിലെ 7:45 ഒരു സാറിനെ വിളിക്കണം. അപ്പോൾ 7:45 ഞാൻ നന്ദകുമാറാണ് ക്രൈം എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു വാളുകൊണ്ട് വെട്ടൂലേ, ആ ഒരു ഫീൽ ആദ്യം കിട്ടിയിട്ട് കഴിഞ്ഞ് തീരുമാനമായി. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നിയത് ഏതൊരു മനുഷ്യനും നന്മ കാണുന്നവരുണ്ടാവില്ലേ, ഞാൻ അങ്ങനെ ചിന്തി. സാറേ ഒന്ന് എന്നെ കേൾക്കാൻ തയ്യാറാവും, ഞാൻ സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് എന്നെ കേൾക്ക് അല്ലേ, അത് ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത്. അപ്പോൾ തട്ടിപ്പുകാരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും സാറിനെയും ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള കോടീശ്വരനുണ്ട്, വാറൻ ബഫറ്റ്. ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സമ്പന്നൻ എന്നും സമ്പന്നനായിക്കൊണ്ടേയിരിക്കുന്നു, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ. കാരണം പാവപ്പെട്ടവൻ എന്ത് കേട്ടാലും തട്ടിപ്പാണെന്ന് പറയും. അപ്പം അതുകൊണ്ട് എന്താണ്, സമ്പന്നർ അത് പരീക്ഷിച്ച് വിജയിക്കുമ്പോൾ പാവപ്പെട്ടവർ എന്ത് ചെയ്യും, എന്ത് കേട്ടാലും തട്ടിപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സാറിനെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ അതിന് മറുപടി പറയാനായിട്ട്. കാരണം നമ്മളെന്നും ഒരേ രീതി തന്നെ ചിന്തിച്ചാൽ എവിടെ എത്തില്ല. ഒന്ന് വ്യത്യസ്ത, ഇങ്ങനെ പറയണത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ, പ്രവൃത്തി തന്നെ എന്നും ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പം കിട്ടിക്കൂടി റിസൾട്ടേ കിട്ടുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്താലേ വ്യത്യസ്തമായ റിസൾട്ട് നമ്മൾ കിട്ടുള്ളൂ. ഇത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. അപ്പം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്നോവേറ്റീവുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നതും നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അത് തന്നെയാണ്. കാരണം പണ്ടത്തെ പോലെ തട്ടിപ്പ് നടത്താൻ പറ്റില്ല. ഇപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോഴും തട്ടിപ്പിൽ പെടുന്നുണ്ടെങ്കിൽ അത് ഭൂലോകം മണ്ടന്മാരാണെന്ന് പറയും. അപ്പം ഞങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ. അതായത് തന്ന പൈസക്കുള്ള സാധനം ആദ്യം കൊടുക്കുക. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അതായത് കൊടുത്ത പണം സേഫാണ്. ഇപ്പോൾ സാറ് 15 ലക്ഷം തന്നു, ഈ 15 ലക്ഷം ചിലപ്പോൾ സാറ് ഞാൻ 5 കോടി കിട്ടുമെന്ന് പറയുമ്പോൾ സാറ് നോക്കുന്നത് 5 കോടിയിലേക്കല്ല, ഞാൻ ഇറക്കിയ പൈസ സേഫാണ്. അവിടെയാണ് താങ്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം താങ്കൾ അത് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി താങ്കൾ അവിടെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ ആളെ പറഞ്ഞയക്കുകയും
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടും. ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു. അതിൽ കൃത്യമായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ എഗ്രിമെന്റിലാക്കി കൊടുക്കുകയോ ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് താങ്കൾ അതിൽ. അതുകൊണ്ട് ഒരു തട്ടിപ്പായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയായിട്ട്. എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ല. പക്ഷേ ഇനിയുള്ള കാര്യം പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സുരക്ഷിതമായിട്ട് പൂർണ്ണമാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തുടങ്ങിയിട്ടുള്ളത് 28,000 കോടീശ്വരന്മാർ സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് 7,000 കോടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. നിങ്ങളെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാനും പണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി അഹോരാത്രം 24/7 ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് താൻ പാതി ദൈവം പാതി. അപ്പം ഞാൻ എൻ്റെ പാതി മുഴുവനും ഞാൻ ഇതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കാം. ഞാൻ പറയാറുണ്ട് എനിക്ക് 3 ആൺകുട്ടികളാണ്. പക്ഷേ ഞാൻ അതല്ല പറയുന്നത്, എനിക്ക് 4 മക്കളാണ്. നാലാമത്തെ കുട്ടിയുടെ പേരാണ് ജസ്പേഡ്. അത്രത്തോളം ലാളിച്ചും അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തുമാണ് എൻ്റെ ഈ കമ്പനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഏജിമായ റാഫി ഒരു പാട്ടുകാരനാണ്. നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം. എന്താണ് ഈ ചന്ദനമരത്തെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചൊരു പാട്ട്? അല്ല, അങ്ങനെ പറയുമ്പോഴേ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം സാറിനോടൊപ്പം ഞാൻ 25 വർഷമായി. എനിക്ക് ആദ്യമൊക്കെ ഞാൻ പാട്ടുകാരനാണ്, കോമ്പയറിങ് ആർട്ടിസ്റ്റാണ്. വിദേശത്തൊക്കെ പ്രോഗ്രാം ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് സാർ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് കിട്ടുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് മാത്രമുള്ള ഒരു ബെനിഫിറ്റാണ്. പക്ഷേ ഈ ഒരു 4 കൊല്ലം കൊണ്ട്, സാറിന് ഇപ്പോൾ 25 വർഷമെങ്കിലും ഈ 4 വർഷം കൊണ്ട് ഒരു 25 കോടിക്ക് മേലെ വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റിയപ്പോൾ ആ നാവും ആ വാക്കുകളും ഈ സംസാരമൊക്കെ അതിലേക്ക് കൂടി വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തോന്നിയത് ഈ കമ്പനിയോട്. അപ്പോൾ താങ്ക് ഗോഡ്. ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു, പിന്നെ സാറിന്. കാരണം ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ സംസാരിക്കാനും AGM ആയിട്ട് ഇരിക്കാനും എനിക്ക് വഴി വെച്ച് തന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്പനിയാണ്, ഈ ഗ്രേറ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അതിനുള്ള നന്ദി ഞാൻ സാറിനോടും പറയുന്നു, ചെയർമാനായ സാറിനോടും പറയുന്നു. പിന്നെ സാർ ചോദിച്ചു ഇപ്പോൾ ഇതിൽ പാട്ടിലൂടെ എങ്ങനെ അല്ലേ? അപ്പോൾ എനിക്ക് ബന്ധപ്പെട്ട് ധാരാളം പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 2 വരി പാടാം. ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. 28,000 കോടീശ്വരന്മാരാണ് സാറ് ഈ മനസ്സിലെ ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം. അത് തന്നെയാണ് സാറ് ഇപ്പോൾ പറഞ്ഞ കാര്യം. പിന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കും കൂടി ഒരുപാട് പേരിലേക്ക് നിൽക്കാൻ സാധിക്കുമ്പോൾ അത് വലിയൊരു ദൈവത്തിൻ്റെ കയ്യൊപ്പായിട്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട വാങ്ങുന്ന ആളുകൾക്ക് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. യെസ്, അതാണ് സാർ പഠിച്ചൊരു കാര്യം. അതെ അതെ, കറക്റ്റാണ്. അവിടെ നടക്കുന്ന കാര്യം CCTV ക്യാമറ വഴി ഓരോരുത്തർക്കും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കാനും അവരുടെ പണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകതയെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. സെക്യൂരിറ്റി അതോടൊപ്പം തന്നെ അവിടെ പറയുക മാത്രമല്ല റെഗുലറായിട്ട് ഡെയിലി അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ശരി തന്നെയല്ലേ? കറക്റ്റാണ് സാർ. പിന്നെ എന്തെല്ലാം സവിശേഷതകളാണ് സാർ ഇതിലിപ്പോൾ സാർ പറഞ്ഞു കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു വ്യക്തിയോട് ഇത് എടുക്കാൻ പറയുന്നത്. അത് വലിയൊരു പോസിറ്റീവ്നെസ് ആണ്. കാരണം വെച്ചാൽ ഇവിടുന്ന് കമ്പനി തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. യാത്ര കഴിഞ്ഞ് ഇനി കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ, ഡോണ്ട് വറി, ഒരു ബൈ പറഞ്ഞു പോവാം. അപ്പോൾ അത്രത്തോളം എല്ലാവരും കസ്റ്റമേഴ്സിനെ എത്രയൊക്കെ കസ്റ്റമർ ഈസ് ഗോഡ് എന്നാണല്ലോ സാർ പറയാം. അപ്പം ഞാനും ഇതിലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വൈഫിൻ്റെ പേരിൽ ഇതിലൊരു 5 സെൻറ്റ് സ്ഥലം ഞാനും വാങ്ങിയിട്ടുണ്ട്. യെസ്, അപ്പോൾ എനിക്കുമുണ്ട്. യെസ്, ഒരു കോടീശ്വരനായിട്ട് തീർച്ചയായിട്ടും. അതെ അതെ, 3 പെൺകുട്ടികളുണ്ട്. ഏറ്റവും വലിയ പ്ലസ് 3 പെൺകുട്ടികളുടെ വിവാഹത്തിന് ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് 1.5-2 കോടി റുപ്യ വേണം. റാഫിയെ സംബന്ധിച്ച് ആദ്യം വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ചീത്ത കേൾക്കണം, നിങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്ട. ഇപ്പോൾ ചങ്കുരുതർ പറയാം, എനിക്കിവിടുത്തെ പണം കായ്ക്കുന്ന മരങ്ങളില്ലേ, എന്തിനാ പേടിക്കണേ? യെസ്, അതാണ് സാർ ഏറ്റവും പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 40 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടേ വെൽഫെയർ അസോസിയേഷൻ, അതായത് നമ്മളെ ഇപ്പോൾ സാൻഡൽവുഡിൻ്റെ ഭാഗമായിട്ടുള്ള ലോകത്ത് ആദ്യമായിട്ട് ഈ 40 പ്ലോട്ടുകളും വാങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാറ് ഈ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 2 ഏക്കറിനെ
40 മുറിച്ചിട്ട് അതിൽ 40 പ്ലോട്ട് ഓണേഴ്സ് ഉണ്ടാവും. ഈ കർഷക കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണം. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൽ 10 ഭാരവാഹികളെ തിരഞ്ഞെടുത്തിട്ട് അതിൽ 3 പേർക്ക് ഇൻചാർജ് കൊടുക്കണം. ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു ട്രഷറർ. അങ്ങനെ ഏകദേശം 700 സൊസൈറ്റികൾ രൂപീകരിക്കണം. അപ്പോൾ സാറ് ചോദിച്ചില്ലേ, ഇൻ കേസ് നാളെ ഞാനില്ലെങ്കിലും ഈ സൊസൈറ്റി നടത്തിക്കൊണ്ട് പോയിക്കോളും കാര്യങ്ങൾ. അതിൽ റാഫിയുടെ വൈഫ് ആദ്യത്തെ കർഷക കൂട്ടായ്മയുടെ ട്രഷററാണ്. അതായത് എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടി നടത്തുന്ന ഒരു സംഭവമാണ് ഇത്. ഇത് പറയാത്തൊരു കാര്യം കൂടിയുണ്ട്, താങ്കൾ പറഞ്ഞില്ല. അവിടെ പോയി താമസിക്കാനും ആ സുഗന്ധമേൽക്കാനും അവിടെ ഒരു കോട്ടേജ് കൂടി പണിയുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം അതെന്താണ്? നമുക്ക് ഇന്ന് റിട്ട സാറ് ചോദിച്ചില്ല 15 കൊല്ലം 10 കൊല്ലം കാത്തിരിക്കേണ്ടതെന്ന്. അപ്പോൾ ചില ആളുകൾക്ക് അത്രയ്ക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു 1 സെൻറ്റ് ഭൂമിയിൽ 4 ചന്ദനത്തൈ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 സെൻറ്റ് ഭൂമിയിൽ 20 എണ്ണമാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്രൊജക്റ്റ് ഇപ്പോൾ 5 ഏക്കറിൽ ഞങ്ങൾ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് തന്നെ ഇതാണ്, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഓക്കെ. അപ്പോൾ അതിൽ 90 ഒരു ടിസ്റ്റ് കൊണ്ടുവന്നു അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റ് ഭൂമിയിൽ 16 ചന്ദനത്തൈ, 4 സെൻറ്റിൽ ചന്ദനത്തൈ വെക്കുള്ളൂ. 1 സെൻറ്റ് ഭൂമിയിൽ അവിടെ ഒരു കോട്ടേജ് 400 സ്ക്വയർ ഫീറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു ചെറിയ കിച്ചണൊക്കെ ആയിട്ട് ഒരു 3 സ്റ്റാർ ഫെസിലിറ്റീസിലാണ് ഞങ്ങളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ യൂറോപ്യൻസിനാണ് മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത് ഈ ചന്ദനത്തിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൽ താമസിക്കുമ്പോൾ തന്നെ ഈ ചന്ദനം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ്. അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു കണ്ടുപിടുത്തമുള്ളത്. അപ്പോൾ ഇതും ഞങ്ങൾ പുതിയ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു. കഴിഞ്ഞ 19-ാം തീയതി KTDC ചെയർമാൻ മിസ്റ്റർ PK ശശി അവറുകളാണ് അത് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ പ്രൊജക്റ്റ് അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിന്റ് ആഫ്റ്റർ 6 മന്ത് ഞങ്ങളിതിൻ്റെ പദ്ധതി ഇതിൻ്റെ കോട്ടേജിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ വയനാടിനെ ഒരു വലിയ ടൂറിസം മേഖലയായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദീപിക പത്രത്തിൻ്റെ 138-ാം വാർഷികത്തോടനുബന്ധിച്ച് കാലിക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ ടൂറിസം മിനിസ്റ്റർ റിയാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റർ റിയാസിൻ്റെ കയ്യിൽ നിന്നൊരു മികച്ച കർഷക അവാർഡ് ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ദുബായിൽ കേരളോത്സവം എന്നൊരു പ്രോഗ്രാമിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഒരു ടൂറിസം ഇതിന് വേണ്ടി പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മറുപടി കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഡോക്ടർ നിഷാദ് അബൂബക്കർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇങ്ങനെയുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയിലേക്ക്, അതായത് 28,000 പേർക്കാണ് ഇതിൽ ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുന്നത്. ഒരു കൃത്യമായി പറഞ്ഞാൽ 15 വർഷം കൊണ്ട് 16 ലക്ഷം വരെ മുടക്കിക്കഴിഞ്ഞാൽ 5 കോടി രൂപ വരെ ലാഭിക്കാവുന്ന പദ്ധതി. ഒരു നിമിഷം പോലും നിങ്ങൾ കാത്തിരിക്കാതെ പണം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുമുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളും ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വലിയ പദ്ധതിയിലേക്ക്, ഈ സ്വപ്ന പദ്ധതിയിലേക്ക് നിങ്ങളും പങ്കുചേരുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.